നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേക ഫീച്ചറാണ് എക്സിക്യൂട്ടീവ് പവേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഈ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 256 മുതൽ 263 വരെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവേഴ്സ്. നമുക്കറിയാം ഇന്ത്യൻ ഗവൺമെൻറ് അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 3 ലിസ്റ്റുകളുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഞാൻ 3 ലിസ്റ്റായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂണിയൻ ലിസ്റ്റിനകത്ത് വരുന്ന സബ്ജക്റ്റുകൾ, അതായത് യൂണിയൻ ലിസ്റ്റിൽ എന്തെല്ലാം സബ്ജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സിക്യൂട്ടീവ് പവേഴ്സ് വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തെല്ലാം സബ്ജക്റ്റുകളുണ്ടോ അതിൻ്റെ എല്ലാം ഡയറക്റ്റ് എക്സിക്യൂട്ടീവ് പവേഴ്സ് പോകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ഇനി മൂന്നാമത് വരുന്ന കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റിലുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും എക്സിക്യൂട്ടീവ് പവർ സാധാരണ കേസിൽ അല്ലെങ്കിൽ നോർമൽ സിറ്റുവേഷനിലെല്ലാം പോകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ അണ്ടറിലാണ്. ഇനി അഥവാ ഒരു പ്രത്യേക പാർലമെൻറ്റോ കോൺസ്റ്റിറ്റ്യൂഷനോ എന്തെങ്കിലും ഒരു പ്രത്യേക നിയമമോ പ്രത്യേക കാര്യമോ പറയുന്നുണ്ടെങ്കിൽ മാത്രം കൺകറൻറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റുകളുടെ എക്സിക്യൂട്ടീവ് പവർ സെൻട്രൽ ഗവൺമെൻറ്റിന് പോകും. അല്ലാത്ത നോർമൽ സിറ്റുവേഷനിൽ കൺകറൻറ്റ് ലിസ്റ്റിൻ്റെയും ഉള്ള സബ്ജക്റ്റുകളുടെ എക്സിക്യൂട്ടീവ് പവർ പോകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനാണ്. രണ്ടാമത് പറയുന്നത് ഒബ്ലിഗേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദ സെൻറ്റർ. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് എക്സിക്യൂട്ടീവ് പവേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് അവരുടേതായ രീതിയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിനെയോ കോൺസ്റ്റിറ്റ്യൂഷനെയോ അനുസരിക്കാതെ അവർക്ക് സ്വന്തമായ രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 365 പറയുന്നത്. അപ്പം എക്സിക്യൂട്ടീവ് പവർ ഓഫ് എവരി സ്റ്റേറ്റ് ഇസ് ടു ബി എക്സസൈസ്ഡ് ഇൻ സച്ച് എ വേ. അപ്പം സ്റ്റേറ്റ്സിന് കൊടുത്തിരിക്കുന്ന എക്സിക്യൂട്ടീവ് പവർ അവർക്ക് ചില കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യാൻ പറ്റും. അതിനകത്തൊന്ന് ടു എൻഷുർ കംപ്ലൈൻറ്റ്സ് ഓർ അലൈൻ വിത്ത് ദ ലോസ് മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ആൻഡ് എനി എക്സിസ്റ്റിംഗ് ലോ വിച്ച് അപ്ലൈ ഇൻ ദ സ്റ്റേറ്റ്. അതായത് പാർലമെൻറ്റോ നേരത്തെ ഇറക്കിയതോ അതോ പുതുതായിട്ട് ഇറക്കിയതോ ആയ നിയമങ്ങളെ അനുസരിച്ച് അല്ലെങ്കിൽ അതുമായി ചേർന്ന് പോകുന്ന രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് പ്രവർത്തിക്കാവും. പിന്നെ രണ്ടാമത് ആസ് നോട്ട് ടു ലിമിറ്റ് ഓർ പ്രിജുഡൈസ് ദ എക്സസൈസ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സെൻറ്റർ ഇൻ ദ സ്റ്റേറ്റ്. അപ്പം സെൻട്രൽ ഗവൺമെൻറ്റാണ് സുപ്രീം അതോറിറ്റി. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് സുപ്രീം അതോറിറ്റി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് വരുന്നത്. അപ്പം ഒരു സ്റ്റേറ്റിലാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ തന്നെയും സെൻട്രൽ ഗവൺമെൻറ്റിന് ചില കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ഓർഡർ ഇടാൻ പറ്റും. അപ്പം ആ രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള രീതിയിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ഭരിക്കാൻ പറ്റത്തില്ല. ഈ രണ്ട് കേസുകളും അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും മുൻനിർത്തിയ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് അവരുടെ സ്റ്റേറ്റിൽ പോലും നിയമങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 365 പറയുന്നത്. ആർട്ടിക്കിൾ 365 states that where any state has failed to comply with any directions given by the center, it will be lawful for the president to hold that a situation has arisen in which the government of the state cannot be carried on in accordance with the provisions of the constitution. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർലമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ ഇറക്കിയ ഒരു നിയമത്തിനെതിരെയായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിലെ മുഴുവൻ എക്സിക്യൂട്ടീവ് പവേഴ്സും പ്രസിഡൻറ്റിനെ ഏറ്റെടുത്ത് പ്രസിഡൻറ്റിനെ അവിടെ ഭരിക്കാനുള്ള ഒരു നിയമം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ട്. അതാണ് ആർട്ടിക്കിൾ 365. മൂന്നാമത് വരുന്നത് സെൻറ്റേഴ്സ് ഡയറക്ഷൻ ടു ദ സ്റ്റേറ്റ്. നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റാണ് സുപ്രീം. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് സുപ്രീം. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുള്ള കാര്യങ്ങളിൽ തന്നെ ചില കാര്യങ്ങളുടെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. ആദ്യം വരുന്നത് കൺസ്ട്രക്ഷൻ മെയിൻ്റെനൻസ് ഓഫ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് നാഷണൽ ഓർ മിലിറ്ററി ഇമ്പോർട്ടൻസ്. അതായത് നാഷണൽ അല്ലെങ്കിൽ മിലിറ്ററി ഇമ്പോർട്ടൻസ് ഉള്ള എല്ലാത്തിൻ്റെയും കൺസ്ട്രക്ഷനും മെയിൻ്റെനൻസും. അതിപ്പോൾ എന്ത് കാര്യങ്ങളായാലും ഏത് സ്റ്റേറ്റിലാണെങ്കിലും അതിൻ്റെ എല്ലാം ഡയറക്റ്റ് അതോറിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവർ ചെല്ലുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. രണ്ടാമത് റെയിൽവേസ്. നമുക്കറിയാം റെയിൽവേ ഇപ്പം കേരളത്തിലുള്ള റെയിൽവേയുടെ കാര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ മൊത്തം ഡയറക്ഷൻസും കാര്യങ്ങളും തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. മൂന്നാമത് പറയുന്നത് പ്രൊവിഷൻ ഓഫ് അഡിക്വേറ്റ് ഫെസിലിറ്റീസ് ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ ദ മദർ ടങ് ആൻഡ് ദ പ്രൈമറി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോങ്ങിങ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഇൻ ദ സ്റ്റേറ്റ്. അതായത് ഓരോ സ്റ്റേറ്റുകളിലെയും മൈനോറിറ്റി ഗ്രൂപ്പ്സിലുള്ള കുട്ടികളുടെ അവരുടെ മദർ ടങ്ങിലുള്ള ഭാഷയിലുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ അതും തീരുമാനിക്കുന്നതും ഡയറക്റ്റ് കൊടുക്കുന്നതും സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. നാലാമത് വരുന്നത് ദ ഡ്രോയിങ് അപ്പ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദ സ്പെസിഫൈഡ് സ്കീംസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ദ കാസ്റ്റ്. അതായത് ഓരോ സ്റ്റേറ്റിലെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ഡയറക്റ്റ് എക്സിക്യൂട്ടീവ് പവർ അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിലാണെങ്കിൽ തന്നെയും ഇതിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് കയ്യിലായിരിക്കും. അടുത്തത് വരുന്നത് മ്യൂച്വൽ ഡെലിഗേഷൻ ഓഫ് ഫങ്ഷൻസ്. അതായത് നമുക്കൊരു സെൻട്രൽ ഗവൺമെൻറ് സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് സുപ്രീം അതോറിറ്റി എങ്കിലും അവർക്ക് അവരുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് കോൺസ്റ്റിറ്റ്യൂഷൻ വഴി കൊടുത്തേക്കുന്ന എക്സിക്യൂട്ടീവ് പവേഴ്സ് ഒന്നും ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിനെ ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റിന് വേണ്ടി പ്രത്യേകം ഒരു നിയമം നടപ്പിലാക്കാനും പറ്റത്തില്ല, അല്ലെങ്കിൽ നിയമം രൂപീകരിക്കാനും പറ്റത്തില്ല. അതായത് സെൻട്രൽ cannot delegate its legislative powers to a states and a single state cannot request the parliament to make a law on a state subject. The constitution provides for intergovernmental delegation of executive functions in order to mitigate rigidity and avoid a situation of deadlock. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും സെൻട്രൽ ഗവൺമെൻറ്റും ഒരു സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ചില കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിയുടെ സമ്മതത്തോടു കൂടി അവർക്ക് എക്സിക്യൂട്ടീവ് പവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറാനോ ഏറ്റെടുക്കാനോ പറ്റും. രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി മാത്രം. അപ്പം നമുക്ക് അറിയാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് പ്രസിഡൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഗവർണറും. അപ്പം ദ പ്രസിഡന്റ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എൻട്രസ്റ്റ് ടു ദാറ്റ് ഗവൺമെൻറ് എനി ഓഫ് ദ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഓഫ് ദ സെൻറ്റർ. അതായത് പ്രസിഡന്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സമ്മതത്തോടു കൂടി
സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷനോ പവറോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൈമാറാൻ പറ്റും. പ്രസിഡൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സമ്മതത്തോടു കൂടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൈമാറാൻ പറ്റും. അതേപോലെ തന്നെ ഗവർണറിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സമ്മതത്തോടു കൂടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവർ സെൻട്രൽ ഗവൺമെൻറ്റിനും കൈമാറാൻ പറ്റും. ഇതാണ് മ്യൂച്വൽ ഡെലിഗേഷൻ ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ ഈ മ്യൂച്വൽ ഡെലിഗേഷൻ നമുക്ക് ഒന്നുകിൽ കണ്ടീഷണലായിട്ട് ചെയ്യാം അല്ലെങ്കിൽ അൺകണ്ടീഷണലായിട്ടും ചെയ്യാം. അടുത്തത് വരുന്നത് കോപ്പറേഷൻ ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്. അപ്പം ഈ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എങ്ങനെ സ്മൂത്തായിട്ട് ചില കാര്യങ്ങളിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് ഇതിനകത്ത് നോക്കുന്നത്. കോപ്പറേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അപ്പം ദ പാർലമെൻറ്റ് ക്യാൻ പ്രൊവൈഡ് ഫോർ ദ അഡ്ജുഡിഫിക്കേഷൻ ഓഫ് എനി ഡിസ്പ്യൂട്ട് ഓർ കംപ്ലൈൻറ്റ് വിത്ത് റെസ്പെക്ട് ദ യൂസ് ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾ ഓഫ് വാട്ടേഴ്സ് ഓഫ് എനി ഇൻറ്റർസ്റ്റേറ്റ് റിവർ ആൻഡ് റിവർ വാലി. അതായത് റിവറിൻ്റെയോ റിവർ വാലിയുടെയോ അങ്ങനെ ഇൻറ്റർസ്റ്റേറ്റ് ആയിട്ട് വരുന്ന പ്രശ്നത്തിൽ പാർലമെൻറ്റാണ് ഡയറക്റ്റ് വിധി പറയുന്നത്. അഡ്ജുഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വിധി നിർണ്ണയിക്കുക അല്ലെങ്കിൽ അന്തിമ തീരുമാനം പറയുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഇൻറ്റർസ്റ്റേറ്റിൽ വരുന്ന വെള്ളത്തിൻ്റെയോ വാട്ടർ കൺട്രോൾ പ്രശ്നം എന്തെങ്കിലും വരുമ്പോൾ പാർലമെൻറ്റ് ആയിരിക്കും ഡയറക്റ്റ് ഇടപെടുന്നത്. അതിനൊരു എക്സാമ്പിളാണ് മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം. അവിടെ പാർലമെൻറ്റാണ് അന്തിമ തീരുമാനം പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പ്രസിഡന്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് ഇൻറ്റർസ്റ്റേറ്റ് കൗൺസിൽ ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഡിസ്കസ് എവറി സബ്ജക്ട് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ സെൻറ്റർ. എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഇൻറ്റർസ്റ്റേറ്റ് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ പ്രസിഡന്റിന് ഒരു ഇൻറ്റർസ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിച്ച് അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റും, അല്ലെങ്കിൽ പാർലമെൻറ്റിന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അതാണ് പ്രസിഡന്റിൻ്റെ അവിടുത്തെ റോള്. The Parliament can appoint an appropriate authority to carry out the purpose of constitutional providence relating to the interstate freedom of trade, commerce and intercourse. അപ്പോൾ പാർലമെൻറ്റിന് ഒരു അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യാം. ഈ ഇൻറ്റർസ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രേഡും കൊമേഴ്സും ഒക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പാർലമെൻറ്റിന് ഒരു അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യാം. അടുത്തത് വരുന്നത് ഓൾ ഇന്ത്യ സർവീസസ് ആണ്. നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് കീഴിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലും പ്രത്യേകതായി സെപ്പറേറ്റ് സർവീസുകളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ളൊരു സർവീസിന് എക്സാമ്പിളാണ് റെയിൽവേ. അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു സർവീസിന് എക്സാമ്പിളാണ് KSRTC. അപ്പം ഇത് രണ്ടിനും കൂടാതെ അല്ലെങ്കിൽ ഇതിന് രണ്ടിനും അഡീഷനായിട്ട് ഓൾ ഇന്ത്യ സർവീസുകളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സർവീസുകളല്ലാതെ ഡയറക്റ്റ് ഓൾ ഇന്ത്യ സർവീസുകളുണ്ട്. അതിന് എക്സാമ്പിളാണ് IAS, IPS, IFS ഒക്കെ. അപ്പം ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസുകളിലെയും സെൻട്രൽ ഗവൺമെൻറ് സർവീസുകളിൽ ഇരിക്കുന്ന മെമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഓൾ ഇന്ത്യ സർവീസിലിരിക്കുന്ന മെമ്പേഴ്സ് ആയിരിക്കും ആ കൺട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ടോപ്പ് പൊസിഷൻസ് ഒക്കുപ്പൈ ചെയ്യുന്നത്. അതാണ് ദ മെമ്പേഴ്സ് ഓഫ് ദി സർവീസ് ഒക്കുപ്പൈ ടോപ്പ് പൊസിഷൻസ് അണ്ടർ ബോത്ത് ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്സ്. അപ്പം ഈ ഓൾ ഇന്ത്യ സർവീസിലുള്ള മെമ്പേഴ്സിനെ ദേ ആർ റിക്രൂട്ടഡ് ആൻഡ് ട്രെയിൻഡ് ബൈ ദ സെൻറ്റർ. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ട്രെയിൻ ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ദി സർവീസ് ആർ കൺട്രോൾ ജോയിൻലി ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഓൾ ഇന്ത്യ സർവീസ് രണ്ടുപേരും കൂടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടെ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്, ഒരുമിച്ചായിരിക്കും ജോയിൻ ചെയ്തായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ദ അൾട്ടിമേറ്റ് കൺട്രോൾ ലൈസ് വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് വൈൽ ഇമീഡിയറ്റ് കൺട്രോൾ വെസ്റ്റ് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അപ്പം ഈ ഓൾ ഇന്ത്യ സർവീസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നതെങ്കിലും അൾട്ടിമേറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു സുപ്രീം പവർ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സർവീസിൻ്റെ കേസിൽ വരുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണെന്ന് പറയാം. പക്ഷേ അവിടുത്തെ ഇമീഡിയറ്റ് കൺട്രോൾ വെസ്റ്റ്, അതായത് എമർജൻസി സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഓൾ ഇന്ത്യ സർവീസിൻ്റെ പവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ കീഴിൽ വരും. അപ്പം ഇൻ 1947 ഇന്ത്യൻ സിവിൽ സർവീസ് ICS വാസ് റീപ്ലേസ്ഡ് ബൈ IAS. 1947 ഇന്ത്യൻ സിവിൽ സർവീസിന് IAS റീപ്ലേസ് ചെയ്തു, അതായത് ഓൾ ഇന്ത്യ സർവീസായ IAS റീപ്ലേസ് ചെയ്തു. അതേപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസ് റീപ്ലേസ് ചെയ്തു. ഇതൊക്കെയാണ് ഓൾ ഇന്ത്യ സർവീസ്. അപ്പോൾ ഈ ഓൾ ഇന്ത്യ സർവീസിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ ചില അഡ്വാൻറ്റേജ് ആണ് ദേ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ സെൻറ്റർ ആസ് വെൽ ഇൻ ദ സ്റ്റേറ്റ്സ്. ദേ ഹെൽപ്പ് ടു എൻഷുർ യൂണിഫോമിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ത്രൂ ഔട്ട് ദ കൺട്രി ആൻഡ് ദേ ഫെസിലിറ്റേറ്റ് കോർപ്പറേഷൻ, കോർഡിനേഷൻ ആൻഡ് ജോയിൻറ്റ് ആക്ഷൻ ഓഫ് ദി ഇഷ്യൂസ് ഓൺ ദ ഇഷ്യൂസ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്. അതായത് അവർ സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും അല്ലെങ്കിൽ ഇത് രണ്ടിടത്തും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തൊട്ടാകെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ സ്റ്റാൻഡേർഡ് ലെവൽ അവർ കൂട്ടും. അടുത്തത് ദേ ഹെൽപ്പ് ടു എൻഷുർ യൂണിഫോമിറ്റി ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം രണ്ടിടത്ത് സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ഒരു യൂണിഫോം ആയിട്ട് നിർത്തും. ഇതാണ് ഓൾ ഇന്ത്യ സർവീസിൻ്റെ അഡ്വാൻറ്റേജസ്. അടുത്തത് വരുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ ഇതിൽ നോക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് നോക്കുന്നത്. But the chairman and members of the State Public Service Commission, though appointed by the governor of the state, can be only removed by the president. അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആയിരിക്കും. പക്ഷേ അവരെ ഏതെങ്കിലും കാരണത്താൽ റിമൂവ് ചെയ്യണമെങ്കിൽ അതിന് പ്രസിഡന്റ് ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് അതോറിറ്റി. അപ്പം പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ആ അതോറിറ്റി. The Parliament can establish a joint state public service commission for 2 or more states on the request of the state legislators concerned. അതായത് പാർലമെൻറ്റിന് ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ്സ് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പാർലമെൻറ്റിന് ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ പറ്റും. ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ JSPSC ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ്. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെമ്പേഴ്സിനെയും ചെയർമാനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. പക്ഷേ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കാര്യം വരുമ്പോൾ അവിടെ ഗവർണറായിരുന്നു അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇവിടെ JSPSC വരുമ്പോൾ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ക്യാൻ സെർവ് ദ നീഡ്സ് ഓഫ് എ സ്റ്റേറ്റ്. അപ്പം JSPSC പറഞ്ഞ പോലെ ഇവിടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCയും ഉണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദേ സെർവ് ദ നീഡ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവർണർ ആൻഡ് വിത്ത് അപ്രൂവൽ ഓഫ് ദ പ്രസിഡന്റ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റിക്വസ്റ്റും പ്രസിഡന്റിൻ്റെ അപ്രൂവലും ഉണ്ടെങ്കിൽ UPSC സ്റ്റേറ്റ്സിൻ്റെ നീഡ്സിനെ
അനുസരിച്ച് പ്രവർത്തിക്കും, ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. ഇതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കാര്യം വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി സിസ്റ്റം. നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും ഒന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും ജുഡീഷ്യറി സിസ്റ്റം വരുമ്പം അത് രണ്ടും എല്ലാം ഒരു നിയമത്തിൻ്റെ കീഴിലായിരിക്കും. അതായത് ഒരു സെയിം ക്രൈം ചെയ്ത ഒരാൾക്ക് ഹൈക്കോർട്ടിലായാലും സുപ്രീം കോർട്ടിലായാലും കിട്ടാവുന്ന മാക്സിമം ശിക്ഷ സെയിം ആയിരിക്കും. Constitution on the other hand established an integrated judicial system with the Supreme Court at the top and state high courts below it. അപ്പോൾ സുപ്രീം കോർട്ട് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എന്ന് പറയുന്ന പോലെ സുപ്രീം കോർട്ടും സ്റ്റേറ്റ് ഹൈക്കോർട്ട്സും ഉണ്ടെങ്കിലും ഇവിടെ രണ്ടും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത് സെയിം ലോസ് നിയമങ്ങളായിരിക്കും. ദ സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്ട് എൻഫോഴ്സ് ബോത്ത് ദ സെൻട്രൽ ആസ് വെൽ ആസ് സ്റ്റേറ്റ് ലോസ്. ദിസ് രണ്ട് എലിമിനേറ്റ് ഡൈവേഴ്സിറ്റീസ് ഇൻ ദ റിമീഡിയൽ പ്രോസസ്. അപ്പം സുപ്രീം കോർട്ടും ഹൈക്കോർട്ടുകളും ഉണ്ടെങ്കിലും രണ്ടും ഒരേ നിയമത്തിനനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ വിധി പറയുന്നത് രണ്ടും ഒരേ നിയമത്തിന് അനുസരിച്ചായിരിക്കും. പക്ഷേ ഇവിടെ സുപ്രീം കോർട്ടും സ്റ്റേറ്റ് ഹൈക്കോർട്ട്സുമായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതിൻ്റെ കാരണം ഇപ്പം സുപ്രീം കോർട്ടിലെ എല്ലാ കേസുകളും കൂടെ സുപ്രീം കോർട്ടിൽ വരുമ്പോൾ അവിടെ ഒരു റഷ് വരും. അത് ഒഴിവാക്കാനാണ് വേണ്ടിയാണ് സുപ്രീം കോർട്ടിന് താഴെ സ്റ്റേറ്റ് ഹൈക്കോർട്ട്സ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത്. ദ ജഡ്ജസ് ഓഫ് എ സ്റ്റേറ്റ് ഹൈക്കോർട്ട് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പം സ്റ്റേറ്റ് ഹൈക്കോർട്ടിൻ്റെ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിലെ ഗവർണറും കൂടെയാണ് സ്റ്റേറ്റ് ഹൈക്കോർട്ടിൻ്റെ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദേ ക്യാൻ ഓൾസോ ബി ട്രാൻസ്ഫർഡ് ആൻഡ് റിമൂവ്ഡ് ബൈ ദ പ്രസിഡന്റ്. അവരെ ട്രാൻസ്ഫർ ചെയ്യാനും മാറ്റാനുമുള്ള അതോറിറ്റി പ്രസിഡന്റിനാണ്. ദ പ്രസിഡന്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് എ കോമൺ ഹൈക്കോർട്ട് ഫോർ 2 or more സ്റ്റേറ്റ്സ്. അതായത് ഒരു സംസ്ഥാനത്തിന് ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ഹൈക്കോർട്ട്സ് വരാം. അത് പാർലമെൻറ്റാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിന് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുടെ എക്സാമ്പിളാണ് മഹാരാഷ്ട്ര, ഗോവ, പഞ്ചാബ്, ഹരിയാന എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ മഹാരാഷ്ട്ര, ഗോവയിലൊക്കെ ഒന്നോ അതിലധികമോ ഹൈക്കോർട്ടുകൾ കാണും. അപ്പം അടുത്തത് വരുന്നതാണ് റിലേഷൻ ഡ്യൂറിങ് എമർജൻസി. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ നമുക്കറിയാം എല്ലാ എക്സിക്യൂട്ടീവ് പവേഴ്സും ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ കീഴിലായിരിക്കും എമർജൻസി സിറ്റുവേഷനിൽ വരുന്നത്. ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ഓഫ് നാച്ചുറൽ എമർജൻസി ദ സെൻട്രൽ ബിക്കംസ് എൻറ്റൈറ്റിൽഡ് ടു ഗിവ് എക്സിക്യൂട്ടീവ് ഡയറക്ഷൻ ടു ദ സ്റ്റേറ്റ് ഓൺ എനി മാറ്റർ. ദസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ ബ്രോട്ട് അണ്ടർ ദ കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ദ സെൻറ്റർ ദോ ദേ ആർ നോട്ട് സസ്പെൻഡഡ്. അതായത് എമർജൻസി സിറ്റുവേഷനിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നില്ലെങ്കിലും പക്ഷേ അവർ പ്രവർത്തിക്കുന്നത് എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും അവിടെ ഒരേ ഒരു സുപ്രീം അതോറിറ്റി. എമർജൻസി സിറ്റുവേഷനിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നില്ലെങ്കിലും ഒരേ ഒരു സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. When the president rule is imposed in a state, the president can assume to himself the functions of the state and powers vested in the governor of any other executive authority in the state. അപ്പം ഒരു എമർജൻസി സിറ്റുവേഷൻ ഇമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യുന്നത് എമർജൻസി സിറ്റുവേഷനാണ്. അപ്പം എമർജൻസി സിറ്റുവേഷനിൽ ഗവർണർ ഉൾപ്പെടെ ഒരു സ്റ്റേറ്റിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് അതോറിറ്റിയുടെയും പവേഴ്സ് ചെന്ന് എല്ലാം നേരെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കൈച്ചിൽ. അപ്പോൾ അവിടെ എല്ലാ സ്റ്റേറ്റിലെ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും. ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ എമർജൻസി സെൻട്രൽ ക്യാൻ ഡയറക്ട് ദ സ്റ്റേറ്റ് ഒബ്സർവ് കനൈൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റോർ ഫയൽസ്. അപ്പോൾ ഇതാണ് റിലേഷൻ ഡ്യൂറിംഗ് എമർജൻസീസ്. അടുത്ത് വരുന്നത് അതർ പ്രൊവിഷൻസ് ആണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ഫോളോയിങ് അതർ പ്രൊവിഷൻ വിച്ച് എനേബിൾ ദ സെൻറ്റർ ടു എക്സൈസ് കൺട്രോൾ ഓവർ ദ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ ഹൈ പവർ ഉള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിനാണെന്ന് പറഞ്ഞെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെൻറ് എപ്പോഴും നിയമം ഇറക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ സ്മൂത്ത് വർക്കിങ്ങിന് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ് വർക്ക് ചെയ്യണം. ആർട്ടിക്കിൾ 355 imposes 2 duties on the center. First one, to protect every state against external aggregation and internal disturbance. Second one, to ensure that the government of every state is carried in accordance with the provisions of the constitution. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഓരോ സ്റ്റേറ്റിലെയും എക്സിക്യൂട്ടീവ് പവേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഒന്നാമത്തെ കാര്യം, ഓരോ സ്റ്റേറ്റിനും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ സെൻട്രൽ ഗവൺമെൻറ് എപ്പോഴും ഒരുക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഹെൽപ്പുകൾ എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ചെയ്തു കൊടുക്കണം. രണ്ടാമത്, ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പാർലമെൻറ്റിനനുസരിച്ച് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇറക്കിയ നിയമത്തിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ഉറപ്പുവരുത്തണം. The governor of the state is appointed by the president. He holds office during the pleasure of the president. In addition to the constitutional head of the state, governor acts as an agent of the center in the state. പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഏജൻറ്റാണ് പ്രസിഡന്റ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഗവർണർ. അപ്പോൾ ഈ ഗവർണർ സബ്മിറ്റ്സ് പീരിയോഡിക്കൽ റിപ്പോർട്ട്സ് സെൻട്രൽ അബൌട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ വർക്കിങ്ങിനെയും അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഓരോ റെഗുലർ ഇൻ്റർവെല്ലിൽ ഈ ഗവർണർ സെൻട്രൽ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കണം. അതാണ് ഗവർണറിൻ്റെ ഒരു റോൾ. ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ദോ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ബൈ ദ പ്രസിഡന്റ്. അപ്പം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണർ ആണെങ്കിലും റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. അടുത്തത് വരുന്നത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസ്. In addition to the above mentioned constitutional devices, there are extra constitutional devices to promote cooperation and coordination between the central and the state. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെയും സ്മൂത്ത് വർക്കിങ്ങിനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പുറത്ത് നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയുള്ള അതിലൊരു എക്സാമ്പിളാണ് അഡ്വൈസറി ബോഡീസ്
ഫോം ചെയ്യുന്നത്. ദീസ് ഇൻക്ലൂഡ് എ നമ്പർ ഓഫ് അഡ്വൈസറി ബോഡീസ് ആൻഡ് കോൺഫറൻസസ് ഹെൽഡ് അറ്റ് ദ സെൻട്രൽ ലെവൽ. അപ്പോൾ സെൻട്രൽ ലെവലിലുള്ള കോൺഫറൻസുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസിൻ്റെ ഫോർമേഷനുമാണ് ഈ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസിലെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഈ അഡ്വൈസറി ബോഡീസിന് എക്സാമ്പിളാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ, സെൻട്രൽ കൗൺസിൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, സെൻട്രൽ കൗൺസിൽ ഓഫ് ലോക്കൽ ഗവൺമെൻറ് ഒക്കെ ഈ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവൈസിന് എക്സാമ്പിളാണ്.